ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഥകളിലൂടെ ഒരുപാട് ക്രൈം ത്രില്ലറുകളും പ്രണയ കഥകളും ഒക്കെ കേട്ടുകഴിഞ്ഞു. ഇനി നമ്മുടെ ചാനലിൽ അടുത്തതായി വരാൻ പോകുന്നത് ഏറ്റവും വലിയ ഒരു പ്രേത കഥയാണ്. 4 അധ്യായങ്ങളിലൂടെയാണ് ഈ കഥ ഇവിടെ അവസാനിക്കുക. മറവങ്കോട് സാവിത്രി എന്ന് പറയുന്ന മറവങ്കോട് യക്ഷിയെക്കുറിച്ചുള്ള കഥയാണ് ഈ അധ്യായം ഇവിടെ പറയുന്നത്. മറവങ്കോട് യക്ഷി. അധ്യായം 1. രുദ്ര. വിവശനായി അമ്മാവൻ വിശ്വൻ തിരുമേനിയുടെ വിളികെട്ട് രുദ്രൻ അകത്തേക്ക് ചെന്നു. അധികം വെളിച്ചമില്ലാത്ത ആ മുറിയിൽ 7 തിരിയിട്ട ഒരു നിലവിളക്ക് കത്തുന്നുണ്ടായിരുന്നു. എന്താ അമ്മാവ, ഞാൻ ഈ കിടന്ന് നരകിക്കുന്നത് നീ കണ്ടില്ലാന്നുണ്ടോ കുട്ടിയെ? അമ്മാവ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സത്യത്തിൽ ഈ മന്ത്രത്തിലും തന്ത്രത്തിലും വലിയ താല്പര്യമൊന്നുമില്ല. ഒരു മിസ്റ്ററി മാത്രമല്ലേ ഇതൊക്കെ. ശിവ, വിളക്കും തിരിയൊക്കെ നാമം ജപിച്ചു കഴിഞ്ഞ കുട്ടിയാ. അപ്പോ നന്ദിനിയുടെ ഒറ്റ വാശിക്ക് വേണ്ടിയല്ലേ ബാംഗ്ലൂർക്ക് വിട്ടത്? അയാൾ പിന്നെയും എന്തൊക്കെയോ പറയണം എന്നുണ്ടായിരുന്നു. പക്ഷെ ചുമ അയാളെ ഒന്നും പറയാൻ സമ്മതിച്ചില്ല. പകുതി വിഴുങ്ങിയ വാക്കുകൾ പതിയെ ശ്വാസം മുട്ടലായി പരിണമിച്ചു. രുദ്രൻ പതിയെ അയാളെ ചാരിയിരുത്തി അല്പം ചൂടുവെള്ളം സ്റ്റീൽ ഗ്ലാസ്സിൽ പകർന്നു നൽകി. ഒരു ആശ്വാസത്തോടെ അയാളത് അകത്താക്കി. കണ്ടോ, മാമന്റെ ദൈവങ്ങൾ ആരെങ്കിലും ഈ ചുമയിൽ നിന്നും ഈ അസുഖത്തിൽ നിന്നും മാമനെ രക്ഷിക്കുകയുണ്ടായോ? ഇല്ലാലോ. പിന്നെ എന്തിനാണ് ഇതൊക്കെ? ദൈവദോഷം പറയാതെ നീ അപ്പുറത്തേക്ക് പോയിക്കോളൂ, ഞാനിനി നിന്നെ വിളിക്കണില്ല. അയാൾ ഇയർഫോൺ ഒന്നുകൂടി ചെവിയിലേക്ക് തിരുകി ബോബ് മെർലിയുടെ ഗാനത്തിലെ ചുവട് പിടിച്ച് അങ്ങനെ നടന്നു നീങ്ങി. ധനുവിൽ അനിഴം അമാവാസി പോലെ കരുത്തിരുണ്ട് കിടക്ക. അമ്മയെ ദേവി കാത്തോളണേ. അയാൾ വീണ്ടും എന്തൊക്കെയോ പിറുവിറുക്കുന്നുണ്ടായിരുന്നു. മറവങ്കോട് മന പ്രസിദ്ധമായ ഒരു തറവാടാണ്. അവിടെ ഇപ്പൊ കാണുന്ന രുദ്രം വരെ ഒരു 3ാം തലമുറയാണ്. അതിനു മുന്നേ മഹാമാന്ത്രികന്മാരുടെ ഇല്ലം എന്നാണ് പുറത്തുനിന്ന് പറയാറ്. കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് മറവങ്കോട് മനയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കുറഞ്ഞു വന്നു. ഇപ്പോ വിശ്വം കിടപ്പിലായത് പിന്നെ വിളക്കും തിരിയും വയ്ക്കലും മുടങ്ങി. വീട്ടിലെ മുറിയിൽ അണയാതെ സൂക്ഷിക്കുന്ന 7 തിരിയിട്ട നിലവിളക്ക് മാത്രമാണ് ഇപ്പോൾ ഏക പൂജ. വിശ്വൻ തിരുമേനി പതിയെ അവിടെ നിന്നും എഴുന്നേറ്റ് താളിയോലകൾ എടുത്ത് വായിച്ചു തുടങ്ങി. മനേ ബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം നജ ക്ഷേത്ര ജിഹാന ശങ്കരണോ നഥ നജ വ്യാമേ ദുമിർനയോ തേജോന വായു ചിദാനന്ദരൂപം ശിവോഹോം. ആ വൃദ്ധന്റെ തൊണ്ടയിൽ കുരുങ്ങി അവ്യക്തമല്ലാത്ത വാക്കുകൾ പുറത്തേക്ക് വന്നു തുടങ്ങി. പെട്ടെന്ന് ഒരു കാറ്റ് വീശി തുടങ്ങി. അണയാൻ പോയ വിളക്കിനെ അയാൾ സൂക്ഷിച്ചു നോക്കി. സാവിത്രി, നിന്റെ കലിപ്പിപ്പോ പൂജാമുറി വരെ എത്തിയെന്നാണോ? അയാൾ കണ്ണുകൾ അടഞ്ഞ് കഴുത്തിലെ ഏലസിൽ ഒന്നുകൂടി തലോടി. പെട്ടെന്ന് രൂപപ്പെട്ട കാറ്റിന് ഒരു ശമനമായി. അയാളുടെ മുഖത്ത് ഒരു ആശ്വാസം രൂപപ്പെട്ടു. പുറത്തേക്കിറങ്ങിയ രുദ്രൻ മൊബൈൽ തുറന്ന് ആരതിയെ വിളിച്ചു. രുദ്രന്റെ പ്രിയപ്പെട്ടവൾ ആരതി ബാംഗ്ലൂരാണ്. അപ്പയും അമ്മയും ഓസീസിലാണ്. പിടിച്ചപ്പോൾ രുദ്രൻ പുളിങ്കൊമ്പ് തന്നെ പിടിച്ചു എന്ന് പറയാം. ശയിച്ചു തീരാറായ ഇല്ലത്തിന്റെ അവസ്ഥ രുദ്രന് നന്നായിട്ടറിയാം. മന്ത്രം തന്ത്രം എന്നൊക്കെ പറഞ്ഞാൽ ഇനിയും ജീവിതം എന്താവും എന്നൊന്നും അറിയില്ല. അല്ല മാഷേ, നാട്ടിൽ പോയാൽ പിന്നെ നമ്മളെ ഒന്നും ഓർമ്മയില്ലാലേ? ഓർമ്മയില്ലാണ്ടല്ലായിരുന്നീ. ഇവിടെ ആകെ ശോകമുഖമാണ്. ആകെയുള്ളത് അമ്മാവന്റെ ഇടതടവില്ലാത്ത ചുമ മാത്രമാണ്. എന്നാലും അവിടെ കാവും ദൈവങ്ങളും കോലവും കുളവും എത്ര മനോഹരമായിരിക്കും. പറയുന്നവർക്ക് എന്തൊക്കെ പറയാം, അനുഭവിച്ചവർക്കല്ലേ അതറിയാൻ പറ്റൂ. അതെ മോളെ, ഞാൻ കുളത്തിന്റെ അടുത്തെത്തി കുളിക്കാൻ പോവാ. നീ വെച്ചോ, ഞാൻ കുളി കഴിഞ്ഞ് വിളിക്കാം. ഹേയ് രുദ്ര, വെക്കല്ലേ. എനിക്കൊന്ന് അവിടുത്തെ കുളമൊന്നും കാണിച്ചു തരാമോ? എന്റെ പെണ്ണെ, നിന്നെ കൊണ്ട് തോറ്റു ഞാൻ. നിറയെ ആമ്പൽ നിറഞ്ഞു നിൽക്കുന്ന ഞാൻ മാത്രം വല്ലപ്പോഴും കുളിക്കാൻ വരുന്ന ഈ കുടുംബക്കുളം എന്ത് കാണാനാ? നിനക്ക് പറ്റുമെങ്കിൽ കാണിക്ക്. അവിടെ തന്നെയല്ല നിന്റെ കുടുംബക്കാർ മുഴുവൻ താളിയും മഞ്ഞളും ഒക്കെ തേച്ചു കുളിച്ചത്. ഓ, ഇനി അതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. ഇതാ കണ്ടോളൂ. രുദ്രൻ വീഡിയോ കോൾ ഓൺ ചെയ്ത് അവളെ കാണിച്ചു കൊടുത്തു. ഓ, എന്തു ഭംഗിയാണ് രുദ്ര, കണ്ടിട്ട് കൊതിയാവുന്നു. അത്രയ്ക്ക് ഭംഗിയുണ്ടോ? പിന്നെ ഭംഗിയുണ്ടോ എന്നോ? ഞാനൊരു കാര്യം പറയട്ടെ. പറയടോ. ഇപ്പോ തറവാട്ടിൽ ആരൊക്കെയാ? അമ്മാമ്മയും ഞാനും മാത്രം. പകൽ ഒരു സ്ത്രീ വന്ന് ഭക്ഷണം വച്ചു പോകും, അത്ര തന്നെ. അതല്ല, എന്താ ചോദിക്കാൻ കാരണം? എടാ, ആരും അറിയാതെ ഞാൻ അവിടെ വന്ന് നിൽക്കട്ടെ കുറച്ചു ദിവസം. നിനക്ക് വട്ടായ പെണ്ണെ? വട്ടായതൊന്നല്ല, ശരിക്കും ചോദിച്ചതാണ്. ഈ വെക്കേഷൻ എനിക്ക് വേറെ എവിടെയും പോകാനില്ല. പോക്കറ്റ് മണി അപ്പയും അമ്മയും അയക്കും. അപ്പോ നിന്റെ അടുത്താവുമ്പോ സേഫ് ആൻഡ് എൻജോയ്. ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ? ഇവിടെ ഒരു നോൺ പോലും കിട്ടില്ല കേട്ടോ.
നോൺ വേണ്ട. പക്ഷെ നിനക്ക് സമ്മതമാണോ? എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല. പക്ഷെ മാമ അറിഞ്ഞാൽ അതിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കെൽപ്പില്ലാത്ത അദ്ദേഹം എങ്ങനെ അറിയാനാണ്? ഇത്തിരി മുറികളില്ലേ അവിടെ, അതിൽ കയറി നമുക്കങ്ങ് ഒതുങ്ങാം. അപ്പോൾ തീരുമാനിപ്പിച്ചുറപ്പിച്ചു തന്നെയാണ് അല്ലേടേ? പിന്നെ എന്താ സംശയം? ഞാൻ റെഡി. ഇന്ന് തന്നെ വണ്ടി കയറിയാണ് കേട്ടോ. എടേ, വൈറ്റ് റൈം കിട്ടുവാണെങ്കിൽ വാങ്ങിക്കോ. ഇവിടെ വന്നത് പിന്നെ ഡ്രൈ ആണ്. എടാ ആയിക്കോട്ടെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ ശരി ആരതി, ഞാനൊന്ന് കുളിച്ചു വരാം. അവൾ ഫോൺ കട്ട് ചെയ്ത് തലയിൽ എണ്ണ തെച്ച് വെള്ളത്തിൽ പൊന്തിയിരുന്ന ഒരു തവള വെള്ളത്തിലേക്ക് ഊളിയിട്ടു പോയി. പെട്ടെന്ന് ഒരു ഇരുട്ട് കൂടിയ പോലെ അവൻ പതിയെ കുളത്തിൽ ഇറങ്ങി ദേഹം നനച്ചു തുടങ്ങി. വിശ്വമാമ എപ്പോഴും പറയും നേരം വൈകിയുള്ള കുളി വേണ്ടാന്ന്. പക്ഷേ ഇരുട്ട് വീണാലുള്ള കുളിക്ക് ഒരു പ്രത്യേക സുഖമാണ്. കരിനീല കളറാണ് തറവാട്ടിലെ കുളത്തിന് മുകളിൽ നിന്ന് നോക്കിയാൽ. കൈക്കുമ്പിളിലെടുത്ത നല്ല തെളിനീര് പോലത്തെ വെള്ളവും. കുളത്തിന്റെ മറുകരയിലേക്ക് നീന്താൻ കഴിയില്ല. അവിടെ മുഴുവൻ താമരയാണ്. പക്ഷെ ഒറ്റത്താമരയെ ഉണ്ടാവും. 100 ഇതൾ വിരിഞ്ഞ് അവൾ അങ്ങനെ നിൽക്കും. അവൾക്ക് ചുറ്റും നീലപ്പട്ടു വാരി ചുറ്റിയ ആമ്പലുകൾ. മുഖത്ത് സോപ്പ് തെച്ച് വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ട് കണ്ണുകൾ തുറക്കാൻ കഴിയാത്ത വിധം വെള്ളത്തിന്റെ അടിയിൽ വെച്ച് രുദ്രനെ ആരോ വാരി പുണരുന്നത് പോലെ തോന്നി. നല്ല പാലപ്പൂവിന്റെ ഗന്ധവും താമരയുടെ ഗന്ധവും. ശരിക്കും ഇടയ്ക്ക് ഇത് തന്നെയാണ് ആരതിയുടെ ഗന്ധവും എന്ന് ഓർത്തു പോവാറുണ്ട്. ഈ വാരിപ്പുണരൽ കിട്ടാൻ വേണ്ടിയാണല്ലോ ഇത്ര താമസിച്ച് കുളിക്കാൻ വരുന്നത്. ഇടയ്ക്ക് ആ തലോടലിൽ ഒന്ന് പൊളഞ്ഞു പോകാറുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് കരയിലേക്ക് കയറാൻ നോക്കിയപ്പോൾ ഒരു കൂമൻ രുദ്രന്റെ തലയുടെ മുകളിലൂടെ കടന്നുപോയി. അഴിച്ചുവെച്ച എലസ് അവൻ എടുത്തു കെട്ടി പതിയെ ഇല്ലത്തേക്ക് നടന്നു. അവനോടൊപ്പം ആ പാലപ്പൂവിന്റെ ഗന്ധവും ഉണ്ടായിരുന്നു. ചുമച്ച് അമശനായ വല്യമാമ കോനയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്താ കുട്ടിയെ, എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവുക? അനുഭവത്തിൽ വന്നാലേ പഠിക്കുള്ളൂ എന്നാണോ? എന്താ അമ്മാവ, എന്താണ് എന്ന് പറഞ്ഞാൽ അല്ലേ ചെയ്യാതിരിക്കുക? എന്താ ഇപ്പൊ കുളിക്കാൻ കുളത്തിൽ പോയാല്? സന്ധ്യ മയങ്ങുന്ന നേരത്ത് അവൾക്കായി ഒരുക്കി കൊടുത്ത ഇടമാണ് ആ തറവാട്ടുകുളം. ആരാണ് ഈ അവൾ? തറവാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട പെൺകുട്ടി. അതായത് കണക്ക് വെച്ച് നോക്കിയാൽ നിന്റെ മുറപ്പെണ്ണ്. അങ്ങനെ ഒരു കഥയുണ്ടായിരുന്നു വല്യമ്മ. ഞാൻ അറിഞ്ഞില്ലല്ലോ. പറയ് കേൾക്കട്ടെ, ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. കഥയല്ല, ചരിത്രം. സാവിത്രി, അതായിരുന്നു അവളുടെ പേര്. അവൾക്ക് സാവിത്രി എന്ന് വിളിക്കുന്നത് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. മറവങ്കോട് എന്നായിരുന്നു എല്ലാവരും വിളിച്ചിരുന്നത്. പുതിയ ഏതോ കുന്ത്രാണ്ടങ്ങളും ക്യാമറയൊക്കെ ആയിട്ടായിരുന്നു അവളുടെ ജീവിതം. ഇവിടെ നിന്നും പുറത്ത് കോളേജിൽ പോയി പഠിച്ച ആദ്യത്തെ വ്യക്തിയായിരുന്നു. എന്നിട്ട് വിശ്വമാമയുടെ തോളത്തേക്ക് ഒരു പല്ലി വീണു. ദുശകനമാണല്ലോ ഈശ്വര. എന്നിട്ട് ബാക്കി എന്തായി? വല്യമാമ ബാക്കി പറ. എന്നിട്ടൊന്നുമില്ല, നീ പോയി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കോ. അയാൾ ഊന്നുവടിയിൽ വീണ്ടും അകത്തേക്ക് തപ്പിത്തടഞ്ഞുപോയി. ഇതിനെക്കുറിച്ച് എന്തായാലും അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് രുദ്രൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. വല്യമാമ അകത്തുനിന്നും എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിടുന്നുണ്ടായിരുന്നു. രുദ്രൻ പതിയെ കൈവിളക്ക് തെളിച്ച് തട്ടിൻപുറത്തേക്ക് കയറി. ഒരുപാട് താളിയോലകളുള്ള ഗ്രന്ഥങ്ങളും ഉള്ള ഒരു തട്ടിൻപുറം. തട്ടിൻപുറത്ത് ഒരു ഇരുമ്പ് വെട്ടി ഉണ്ടായിരുന്നു. താളിയോലകൾ നോക്കിയെങ്കിലും ഒന്നും തന്നെ മനസ്സിലായില്ല. പക്ഷേ താളിയോലകളിൽ നിന്നും പുസ്തകങ്ങളിലേക്ക് പകർത്തി എഴുതിയ കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അരണ്ട വെളിച്ചത്തിൽ നോക്കിയെങ്കിലും ഒന്നും തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പൊടിപടലങ്ങൾ അടിച്ചതുകൊണ്ടാവാം ചെറുതായി തുമ്മൽ തുടങ്ങിയിരുന്നു. സാവിത്രിയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ എന്നറിയാൻ അവൻ പെട്ടി മുഴുവൻ പരതി തുടങ്ങി. ആ പെട്ടിയിൽ തന്നെ ഒരു ചെറിയ കുടുക്ക ചുവന്ന തുണിയിൽ പൊതിഞ്ഞു കെട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ പതിയെ ആ തുണി അഴിക്കാൻ തുടങ്ങി. പെട്ടെന്ന് പുറത്ത് ശക്തമായ മഴയും കാറ്റും തുടങ്ങിയതുപോലെ തോന്നിയിരുന്നു. ശക്തമായ കാറ്റിൽ മുറ്റത്തിരുന്ന ആൽമരത്തിന്റെ കമ്പ് പൊട്ടി വീഴുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഒരിക്കലുമില്ലാത്ത കാലാവസ്ഥാ വ്യതിയാനം. എന്താണെന്ന് രുദ്രൻ ആലോചിക്കാതിരുന്നില്ല. കറണ്ട് പോയിരുന്നത് കൊണ്ട് തന്നെ വിളക്കെടുത്തത് നന്നായി എന്ന് ഓർക്കുകയും ചെയ്തു. തൊടിയുടെ ഭാഗത്തു നിന്നും പട്ടി നന്നായി കോരിയിടുന്നത് കേൾക്കാമായിരുന്നു. പഴയ ഏടുകളിൽ നിന്നും സാവിത്രിയുടേത് എന്ന് തോന്നുന്ന ഒരു ഫോട്ടോ കിട്ടി. വെള്ളപ്പട്ടിൽ ചുവന്ന കരയുള്ള സാരി എടുത്ത് ആരെയും മോഹിപ്പിക്കുന്ന സാവിത്രിക്കുട്ടി. അവളുടെ കണ്ണുകളിൽ ഒരു വശ്യത നിറഞ്ഞിരുന്നു. കൂടുതൽ സമയം ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ അവൾ തന്നെ നോക്കി ചിരിക്കുന്നത് പോലെ രുദ്രന് തോന്നി. ഒരിക്കൽ കൂടി അവന് ഫോട്ടോയിലേക്ക് നോക്കിയപ്പോൾ അവരുടെ കണ്ണുകൾ ഒന്ന് ചിമ്മി തുറന്നു. ഒന്ന് ഞെട്ടിയെങ്കിലും രുദ്രൻ മനോധൈര്യം വീണ്ടെടുത്തു. വീണ്ടും ഇരുമ്പുപെട്ടികൾ മുഴുവൻ അവൻ തിരിച്ചു വെച്ചു. അതിൽ നിന്നും വർഷം മന്ത്രം എന്ന ഒരു കുറിപ്പ് അവന് കിട്ടി. അവൻ തിരിഞ്ഞും മറിഞ്ഞും നോക്കിയെങ്കിലും ഒന്നും മനസ്സിലാവാത്തതുപോലെ. അപ്പോഴേക്കും താഴെ നിന്നും വല്യമ്മാവയുടെ ചുമവും ചുരക്കവും ഒക്കെ കേൾക്കാം. പെട്ടെന്ന് രുദ്രൻ താഴേക്ക് ഇറങ്ങി വല്യമ്മാമയുടെ അടുത്തേക്ക് പോയി. ആ വൃദ്ധൻ തീരെ അവശനായിരുന്നു. എന്താ വല്യമ്മാമേ? എന്റെ കുട്ടി തീരെ വയ്യാണ്ടാവാ. എന്തൊക്കെയോ അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോകുന്നത് പോലെ. അതെങ്ങനെയാ? കുറച്ചാക്കണ്ടായ വല്യമാമ ഓടി നടക്കാൻ തുടങ്ങില്ലേ? നീ ഇങ്ങെടുത്തുവാ.
രുദ്രൻ പതിയെ വല്യമ്മാമയുടെ കട്ടിലിനരികിലേക്ക് നീങ്ങുന്നു. വല്യമ്മാമയുടെ നെറ്റി ഒന്ന് തെളിഞ്ഞു. നിനക്കും അവളുടെ അതേ ഗന്ധമാണല്ലോ. എന്താ ഇപ്പോ ഇങ്ങനെ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വൈകുന്നേര സമയങ്ങളിൽ കുളത്തിൽ കുളിക്കാൻ പോകരുതെന്ന്? അതെ, വല്യമ്മാമയ്ക്ക് തോന്നുന്നതാവും. അതൊക്കെ പോട്ടെ, നേരത്തെ പറഞ്ഞു നിർത്തിയ കഥയുടെ ബാക്കി പറഞ്ഞു തന്നില്ലല്ലോ. എന്തിനാ ഇത്ര വലിയ കൗതുകം? ഒന്നുമില്ല വല്യമ്മാമ, അറിഞ്ഞിരിക്കാലോ. എന്നാ കേട്ടോ, അവളാണിപ്പോൾ തറവാടിന്റെ ഭീഷണിയും നിന്റെ അമ്മ അടക്കമുള്ളവരുടെ മരണത്തിന് കാരണവും. ഇവിടെ ആരാ ബാക്കി? ഞാനും നീയുമല്ലാതെ. അത്രയ്ക്കും പ്രശ്നക്കാരിയാണെങ്കിൽ നമ്മളെ എന്താ അവൾ ഉപദ്രവിക്കാത്തത്? തട്ടംപുറത്ത് ഇരുമ്പുപെട്ടിയിൽ തളച്ചു വെച്ചിരിക്കുന്ന അവളുടെ ആത്മാവിനെ 4 ഇടങ്ങളിലായി ബന്ധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് വേർപെടുത്തി എന്നെങ്കിലും അവൾ പുറത്തേക്ക് ഇറങ്ങിയാല് ഇന്ന് നമ്മൾ രണ്ടാളും ഉണ്ടാവില്ല. രുദ്രൻ കഥകൾ കേട്ട് തരിച്ചിരുന്നു. അവൾ എന്തെങ്കിലും കാണിച്ച് പുറത്തിറങ്ങുന്നതിന് മുമ്പ് എന്റെ കുട്ടി മന്ത്രതന്ത്രങ്ങളെല്ലാം പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഈ നാട് അവള് നാശാക്കും. പുറത്തപ്പോഴും നായ്ക്കൾ ഓരിയിടുന്നുണ്ടായിരുന്നു. അവൾക്ക് എന്താണ് നമ്മളോട് ഇത്ര വലിയ ദേഷ്യം തോന്നാൻ കാരണം? തറവാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ടവളായതുകൊണ്ട് തന്നെ ഏറ്റവും സ്വാതന്ത്ര്യവും അവൾക്കായിരുന്നു. എന്തിനും ഏത് സമയത്തും അവൾക്ക് കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. കോളേജിൽ പോയിരുന്ന കാലം അവൾ ഒരു നസ്രാണി ചെക്കനുമായി പ്രണയത്തിലായി. എന്നിട്ടെന്തുണ്ടായി? അവനുമായി 1-2 തവണ ഈ തറവാട്ടിലേക്ക് അവൾ വരികയൊക്കെ ചെയ്തു. ആരും ഒന്നും പറഞ്ഞില്ലേ വല്യമ്മ? ശരിക്കും സാവിത്രി അങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞങ്ങളാരും കരുതിയില്ല. പക്ഷേ ഞങ്ങളെല്ലാവരും നന്നായി എതിർത്തിരുന്നു. എന്നിട്ട് അവർ ഇവിടെ നിന്നും പോയോ? ഇല്ല രുദ്ര, പോകാൻ നിന്റെ മുത്തശ്ശി സമ്മതിച്ചിട്ട് വേണ്ടേ? അപ്പോ അവരെ സ്വീകരിച്ചോ? മൗനം സമ്മതം എന്ന് പറഞ്ഞതുപോലെയായിരുന്നു. സാവിത്രി പോവായിരുന്നു, പക്ഷെ അവന് വേറെ കുറേ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. സാവിത്രിയെ ഉപയോഗിച്ച് നമ്മുടെ പഴയ തലമുറയിൽ ഉപയോഗിച്ചിരുന്ന ഗ്രന്ഥങ്ങളും മാന്ത്രിക രഹസ്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഉദ്ദേശം. കൂടുമാറ്റവും വശ്യവും എന്ന് വേണ്ട എല്ലാവിധ മന്ത്രങ്ങളും പഠിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇങ്ങനെ ഒരു കഥ ഞാൻ സിനിമയിൽ കേട്ടിട്ടുണ്ടല്ലോ. അത് തറവാട്ടിലെ പെണ്ണുകൊണ്ട് മന്ത്രങ്ങൾ നേടിയെടുക്കാൻ പോയ ദിഗംബരന്റെ കഥയല്ലേ? ഇത് അങ്ങനെയല്ലടോ. അവന്റെ ഉദ്ദേശം അതായിരുന്നു എന്ന് എങ്ങനെ കണ്ടെത്തി? അവൻ എപ്പോഴും അവളെയും കൊണ്ട് മാന്ത്രികപ്പുരയിലേക്ക് പോകാൻ തയ്യാറായിരുന്നു. അവിടെ വെച്ച് മന്ത്രങ്ങളെക്കുറിച്ചും ഒറ്റമൂലികളെക്കുറിച്ചും സംസാരിച്ചു തുടങ്ങി. അവയെല്ലാം യൂട്യൂബ് ചാനലിൽ എന്ന പേരിൽ പതിയെ അവൻ ക്യാമറയിൽ പകർത്തിയും തുടങ്ങി. വലിയൊരു അവസരം മുന്നിൽ നിൽക്കുന്ന പോലെ സാവിത്രിയെ അവൻ പറഞ്ഞു വിശ്വസിപ്പിക്കുകയായിരുന്നു. ഈ തറവാടിന്റെ 6ാമത്തെ നിലവറയ്ക്കടിയിൽ ഒരു മാന്ത്രിക നിലയുണ്ടെന്ന് സാവിത്രിയോട് അവൻ പറഞ്ഞപ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോയി. അതുവരെ അവന്റെ കൂടെ എല്ലാത്തിനും നിന്നിരുന്ന അവൾ ഇതെങ്ങനെ അറിഞ്ഞു എന്ന അവളുടെ ചോദ്യത്തിന് അവൻ മറുപടി കൊടുക്കാനുണ്ടായിരുന്നില്ല. തറവാട്ടിലെ രഹസ്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ സാവിത്രിയെ അവൻ വലയിലാക്കിയിരുന്നു. എന്നിട്ട് നിലാവ് പൂത്തു നിന്ന ഒരു രാത്രി സാവിത്രിയുടെ കയ്യും പിടിച്ച് അവൻ തറവാട്ടു ക്ഷേത്രത്തിലേക്ക് പോയി. മറവങ്കോട് ദേവിയായിരുന്ന കുലദൈവത്തിനെ കുരുതി ചോരയൊഴിച്ച് അശുദ്ധിയാക്കി. വേണ്ട എന്ന് ഒരു 100 ആവർത്തി അവൾ നിലവിളിച്ചുവെങ്കിലും അവൻ കേട്ടില്ല. അവൻ പേരിൽ മാത്രമേ നസ്രാണിയായുള്ളൂ, പ്രവൃത്തിയിൽ മഹാമാന്ത്രികനായിരുന്നു. അവൻ ഒരുക്കിയ കളത്തിന് നടുവില് സാവിത്രി വന്നിരുന്നു. അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അവൾ യാന്ത്രികമായി നീക്കം ചെയ്തുകൊണ്ടിരുന്നു. ചമ്പ്രം പടിഞ്ഞിരുന്ന അവൻ ഓരോന്നായി അവൾക്ക് മുകളിൽ വർഷിച്ചുകൊണ്ടിരുന്നു. ഗോതമ്പ് നിറമാർന്ന അവളുടെ ശരീരം ആരെയും മോഹിപ്പിക്കുന്നതായിരുന്നു. അർദ്ധരാത്രിയിൽ പിരിയൻ ശങ്കൂതി അയാൾ പഞ്ചഭൂതങ്ങളെ ഉണർത്തി. അവളുടെ ശരീരത്തിലേക്ക് അയാൾ ഇഴഞ്ഞു നടന്നു. അയാളുടെ ദൃസേവ നീണ്ടു നിൽക്കുന്ന കിതപ്പുകൾക്കൊടുവിൽ നീണ്ട നിശ്വാസം പോലെ നിന്നു. അവന്റെ കൈകൾ അവളുടെ കഴുത്തിൽ പിടിമുറുക്കി. ശ്വാസം കിട്ടാതെ പിടഞ്ഞ അവളുടെ കണ്ണുകൾ തുറിച്ച് ശരീരം നിശ്ചലമായി. അവളുടെ ശരീരം ഒന്ന് തുടച്ചു മാറ്റി നെറ്റിയിലും മുഖത്തും ചന്ദനം ചാർത്തി അയാൾ ഒരു കളമൊരുക്കി. പൂജാദ്രവ്യങ്ങളെല്ലാം നേരിച്ചു തുടങ്ങി. അഗ്നികുണ്ഡത്തിൽ നിന്നും ഒരു കറുത്ത പുക ഉയർന്നു. അയാൾ അതിനെ തറപ്പിച്ചൊന്ന് നോക്കി. ഒന്ന് വിറച്ചുകൊണ്ട് സാവിത്രി ഒന്ന് എഴുന്നേറ്റിരുന്നു. വിവസ്ത്രയായ അവളുടെ മേനിയിലേക്ക് അയാൾ ഒന്ന് നോക്കി. എന്നിട്ടോ അമ്മാവ, അയാൾ ആവാഹിച്ചു വരുത്തിയ ഏതോ ഉഗ്രരൂപിണിയായ രക്ഷിയായിരുന്നു അവൾ. സോളമൻ എന്നു പേരുള്ള അയാൾ സാവിത്രിയുടെ ജലത്തിൽ അവളെ ആവാഹിച്ചു കയറ്റുകയായിരുന്നു. അയാളുടെ ആജ്ഞകൾക്കൊത്ത് അനുസരിക്കാൻ തയ്യാറായ ഉഗ്രരൂപിണിയായ യക്ഷി. സാവിത്രിയുടെ ശരീരത്തിൽ കയറിയ അവൾ യഥേഷ്ടം തറവാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞു. അന്നൊരു അമാവാസി നാളിൽ കാവിൽ വിളക്ക് വെക്കാൻ പോയ നിന്റെ അമ്മ പിന്നെ തിരിച്ചു വന്നില്ല. കണ്ണുകൾ തുറിച്ച് നാവുകൾ പുറത്തേക്ക് തള്ളി തറവാട്ടുകുളത്തിനോട് ചേർന്ന് അവൾ മരിച്ചു കിടക്കുകയാണ്. ചുവന്ന ഭസ്മം മാത്രം ഉപയോഗിക്കുന്ന തറവാട്ടു ക്ഷേത്രത്തിൽ എങ്ങനെ കറുത്ത ഭസ്മം വന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ആശങ്ക കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത്.
എത്ര കവടി വെച്ച് നിരത്തിയിട്ടും ഞങ്ങൾക്കാർക്കും ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തറവാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പുറത്തുനിന്നും ഒരാളെ കൊണ്ടുവരാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞാനും വരദനും ഉൾപ്പെടെ 4 പേർ അതിന് തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നു. പക്ഷേ അന്ന് രാത്രി പറഞ്ഞു നിർത്തി പുറത്തേക്ക് നോക്കി പുറത്തൊരു പെണ്ണ് അയാളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ നോട്ടം സഹിക്കാൻ കഴിയാതെ അയാൾ കിടന്ന് പിടിച്ചു. രുദ്രൻ അയാളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ഇരുത്താൻ ശ്രമിച്ചു. രുദ്രനെ അയാൾ തള്ളി മാറ്റി. വെള്ളം വെള്ളം അയാളുടെ ശബ്ദം നിശ്ചലമായിക്കൊണ്ടിരുന്നു. പതിയെ വെള്ളം അയാളുടെ വായിൽ ഒഴിച്ചു കൊടുത്തു. തട്ടിൻപുറത്ത് സൂക്ഷിച്ചിരിക്കുന്ന താളിയോലകളിലെ മന്ത്രം പഠിക്കണം കുട്ടി. അമ്മാവാ, എന്നിട്ടെന്തുണ്ടായി? കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അയാളുടെ കണ്ണുകൾ അടഞ്ഞു. ഒരു ദീർഘശ്വാസം വലിച്ചു നിന്നു. രുദ്രൻ ചുറ്റും ഒന്ന് നോക്കി. അമ്മാവൻ ഇനിയില്ല എന്നുള്ള സത്യം അവനെ ഞെട്ടിച്ചിരുന്നു. ജനാലയിലൂടെ വന്ന ഒരു തണുത്ത കാറ്റ് അവിടെ കത്തിക്കൊണ്ടിരുന്ന ഒരു നിലവിളക്കിന്റെ തിരിയും അണച്ചു. രുദ്രന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ നിലവിളക്ക് അണഞ്ഞതായിട്ട് കണ്ടിട്ടേയില്ല. അമ്മാവൻ പറയുന്നതിലും എന്തെങ്കിലും കാര്യമുണ്ടോ? ഹേയ്, ഒരിക്കലുമില്ല. ഇത്രയും അന്ധവിശ്വാസങ്ങൾ ഈ കാലത്ത് ആർക്കാണ് ഉണ്ടാവുക? അമ്മാവനും കൂടി പോയ സ്ഥിതിക്ക് ഈ തറവാട് ഇനി തന്റേത് മാത്രമാണ്. ദുരാചാരങ്ങൾ മുഴുവൻ തട്ടിക്കളഞ്ഞ് തറവാട് പൊളിക്കണം. ഉടനെ തന്നെ ഫോണിൽ ബാക്കി ബന്ധുക്കളെ വിളിച്ചു തുടങ്ങി. എല്ലാവരും പതിയെ പതിയെ എത്തിത്തുടങ്ങി. തെക്കേത്തൊടിയിലെ മാവ് നിലംപൊത്തി. മാവിന്റെ കൊമ്പുകൾ കടിയിൽപ്പെട്ട് ഒരു കൂട്ടം കാക്കക്കുട്ടികൾ ചത്തരഞ്ഞു. പടർന്ന് പരന്ന ചോനനൊരുമ്പുകൾ അങ്ങനെ ഒഴുകി നടന്നു. കുറച്ച് ചന്ദനമുട്ടികളും അതിനു മുകളിൽ മാവും. വാഴയിൽ കിടത്തിയ അമ്മാവന്റെ തലക്കിൽ ഒരു മുറി തേങ്ങയിൽ തിരിയിട്ട് വിളക്കും കത്തിച്ചുകൊണ്ടിരുന്നു. ഇനി ആരെങ്കിലും കാണാനുണ്ടോ? ആരുമില്ലെങ്കിലും ഒരണക്കം ഒക്കെ ഉണ്ടായിരുന്ന അമ്മാവനുള്ളപ്പോൾ ഇനി തനിച്ചാണ് എന്ന ഓർമ്മ രുദ്രന് വല്ലാതെ വേദനിച്ചിരുന്നു. തെക്കേ തൊടിയിലെ ചിത കത്തിത്തീരാനായപ്പോൾ ബന്ധുക്കളെല്ലാവരും പിരിഞ്ഞുപോയി തുടങ്ങി. അപ്പോഴേക്കും ആ കാവിൽ നിന്നും ഒരനക്കം തുടങ്ങിയിരുന്നു. ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. അടുത്ത അധ്യായത്തിനായും മറവങ്കോട് യക്ഷിയുടെ തേരോട്ടങ്ങൾ അറിയുന്നതിനായും ഇനിയും നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്താത്തവർ ബെല്ലൈക്കൺ അമർത്തുക. വീണ്ടും കാത്തുകൊണ്ടേയിരിക്കുക.